ആരോഗ്യവകുപ്പിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വിവിധ ആശുപത്രികളിലായി 202 ഡോക്ടർമാരുടെ തസ്തികകൾ സൃഷ്ടിക്കും. കാസർഗോഡ്, വയനാട് മെഡിക്കൽ കോളേജുകളിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കും. ഷീജ വിവരങ്ങളുമായി ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനങ്ങൾ? അജിംഷാദ്, മന്ത്രിസഭാ യോഗം കൈക്കൊണ്ട സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്കായി 202 ഡോക്ടർമാരുടെ തസ്തികകൾ സൃഷ്ടിക്കാനുള്ള തീരുമാനം തന്നെയാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെയും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെയും മറ്റു ഡോക്ടർമാരുടെയും ഉൾപ്പെടെയാണ് ഈ 202 തസ്തിക എന്ന് പറയുന്നത്. ആശുപത്രികളിൽ കൂടുതൽ മികച്ച വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഇതിലൂടെ ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സർക്കാർ വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നിയമനം തസ്തികകൾ സൃഷ്ടിക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് കൺസൾട്ടന്റ് തസ്തികയിൽ കാർഡിയോളജിയുടെ കൺസൾട്ടന്റ് തസ്തിക 20 എണ്ണമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ന്യൂറോളജി 9, നെഫ്രോളജി 10, യൂറോളജി 4, ഗ്യാസ്ട്രോ എൻട്രോളജി 1, കാർഡിയോ തെറാപ്പിസ്റ്റ് സർജൻ 1, അസിസ്റ്റന്റ് സർജൻ 8, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ 48 എന്നിങ്ങനെയാണ് തസ്തികകൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് ജൂനിയർ കൺസൾട്ടന്റ് തസ്തികയിലും തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാഞ്ഞങ്ങാട്, വൈക്കം എന്നിവിടങ്ങളിലായി പുതുതായി അനുവദിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ പ്രവർത്തനക്ഷമമാക്കുന്നതിന് വേണ്ടി അവിടെയും തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതും മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിൽ വ്യക്തമാകുന്നു. ശരി, ഷീജയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.